എക്സ്ക്രീറ്റ ഡിസ്പോസൽ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റലിൻ്റെ ഹെൽത്ത് ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് എക്സ്ക്രീറ്റ ഡിസ്പോസബിൾ. നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ പല ടൈപ്പുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ക്രീറ്റ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമുക്ക് അസുഖങ്ങൾ വരാൻ കാരണമാവുന്ന ഇമ്പോർട്ടൻ്റ് കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് ഏറ്റവും കൂടുതൽ കാരണമാവുന്നതാണ് ഒന്നാണ് ഈ എക്സ്ക്രീറ്റ. ഹ്യൂമൻ എക്സ്ക്രീറ്റ തന്നെയാണ് പലതരം അസുഖങ്ങൾക്കും കാരണമാവുന്നത്. ഹ്യൂമൻ എക്സ്ക്രീറ്റ ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അസുഖങ്ങൾ വരാനുള്ള ഏറ്റവും വലിയൊരു സോഴ്സാണ് ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് കറക്റ്റ് നല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അപ്പം ഈ എക്സ്ക്രീറ്റ എങ്ങനെയൊക്കെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത്, അത് ഓരോ സ്ഥലങ്ങളിലും അതിന് വ്യത്യാസമുണ്ടാവും, അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡുകൾ വ്യത്യാസമുണ്ടാവും. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അപ്പം ഇപ്പം എക്സ്ക്രീറ്റയുടെ അതിൻ്റെ ഒരു ഹെൽത്ത് ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് ആദ്യമേ നമുക്ക് പഠിച്ചു പോകാം. എന്തൊക്കെയാണ് ഹെൽത്ത് ഹസാർഡ്സ്? എക്സ്ക്രീറ്റ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് നമുക്ക് ആദ്യമേ അത് നോക്കി പോവാം. അപ്പം ഹെൽത്ത് ഹസാർഡ്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഈ എക്സ്ക്രീറ്റ പ്രോപ്പറായിട്ട് രീതിയിൽ ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും, അല്ലേ? സോയിൽ മണ്ണ് മലിനപ്പെടും. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും, കണ്ടാമിനേഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം കണ്ടാമിനേഷൻ ആവും, പ്രൊപ്പഗേഷൻ ഓഫ് ഫ്ലൈസ്, മറ്റ് പരാദജീവികളൊക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ അതിൻ്റെ എണ്ണം വർദ്ധിക്കാനും അത് മുഖാന്തരം അസുഖങ്ങൾ പടരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമാണ് എക്സ്ക്രീറ്റ പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ അത്ര വലിയൊരു ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇപ്പോൾ എയറാണെങ്കിലും വാട്ടറാണെങ്കിലും സോയിലാണെങ്കിലും എല്ലാം ഈ ഫുഡൊക്കെ കണ്ടാമിനേഷൻ ആകുമ്പോൾ നിരവധി അസുഖങ്ങളാണ് നമുക്ക് അതുമൂലം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം എന്തൊക്കെയാണ് ഉണ്ടാവുക? അതിൻ്റെ റിസൾട്ടിങ് ഡിസീസ് എന്തൊക്കെയാണ്, അസുഖങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് ഉണ്ടാവും, ഡിസെൻട്രി, ഡയറിയ, അതിൽ വയറിളക്ക രോഗങ്ങൾ, കോളറ, വേംസിൻ്റെ പ്രശ്നത്തിലുള്ള അസുഖങ്ങൾ, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അത്തരത്തിലുള്ള ഇപ്പം ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻസ്, ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് ഈ എക്സ്ക്രീറ്റ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ രീതിയിലാണ് നമുക്ക് അത് ഡിസ്പോസൽ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതൊന്ന് നോക്കാം. പിന്നെ നമുക്ക് ആദ്യം നമുക്ക് വരേണ്ടതിൻ്റെ ട്രാൻസ്മിഷനാണ്. ഇപ്പം നമ്മളിപ്പം ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നു, നമ്മൾ നേരത്തെ കണ്ടു. അപ്പം ഏതൊക്കെ തലത്തിലൂടെയാണ് ഈ അസുഖങ്ങൾ നമുക്ക് മനുഷ്യരിലേക്ക് എത്തുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇപ്പോൾ ഫീസസ് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലേ? വാട്ടർ കണ്ടാമിനേഷൻ ആവും, അതുപോലെ തന്നെ സോയിൽ കണ്ടാമിനേഷൻ ആവും, അതുപോലെ തന്നെ ഈ പ്രാണികൾ പെറ്റുപെരുകി കൂടും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഇപ്പം ഇതിനകത്ത് പറയുന്നത് വാട്ടർ എങ്ങനെ വരുന്നത്, ഫുഡ് കണ്ടാമിനേഷനാണ്. എല്ലാം ഫുഡിലേക്കാണ് പോകുന്നത്. ഫീസസിലെ വാട്ടർ കണ്ടാമിനേഷൻ ആവും. അതിനുശേഷം ആ വാട്ടർ കണ്ടാമിനേഷൻ ആകുമ്പോൾ അത് വെച്ച് പാചകം ചെയ്യുന്ന ഫുഡ് കണ്ടാമിനേഷൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മനുഷ്യരിലേക്ക് അസുഖങ്ങൾ എത്തും. അതുപോലെ തന്നെ ഫിംഗേഴ്സ്, നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വിരലുകളിലേക്ക് നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മുടെ വിരലുകളിൽ ആ ഒരു അസുഖകാരിയായിട്ടുള്ള അണുക്കൾ നമ്മൾ വിരലിലേക്ക് എത്തും. അത് സ്വാഭാവികമായിട്ട് ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ മറ്റു പദാർത്ഥത്തിലും നമുക്ക് അസുഖങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരും. ഫ്ലീസ്, അതുപോലെ തന്നെ സോയിൽ, ഇത്രയെല്ലാം ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വരുന്നതാണ്. ഫിക്കോ ഓറൽ ഡിസീസുകളുടെ ട്രാൻസ്മിഷൻ ആണ് പറയുന്നത്. ഫീസസ് വാട്ടർ വഴി, ഫിംഗേഴ്സ് വഴി, ഫ്ലൈസ് വഴി, സോയിൽ വഴി, ഇത്തരത്തിലെല്ലാം ഫുഡ് കണ്ടാമിനേറ്റഡ് ആവും. അത് അല്ലെങ്കിൽ തന്നെ ഇത് ഡയറക്റ്റ്, ഒന്ന് ഫുഡ് കണ്ടാമിനേഷൻ ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മനുഷ്യരിലേക്ക് അസുഖങ്ങൾ വരാൻ ട്രാൻസ്മിഷൻ്റെ ഒരു ചെയിൻ ട്രാൻസ്മിഷനിലേക്ക് ത്രൂ എങ്ങനെയൊക്കെ വരുന്നത്? ഒന്നാമത് ഈ ഇത്തരം വാട്ടർ അല്ലെങ്കിൽ ഫിംഗേഴ്സ്, ഫ്ലൈസ്, സോയിൽ വഴി അത് കണ്ടാമിനേഷൻ എന്ന വഴി അത് ഫുഡിലേക്കും പിന്നെ മനുഷ്യരിലേക്ക് എത്താം. അല്ലെങ്കിൽ ഫിസസ് ഡയറക്റ്റ് ഫുഡിലേക്ക് കണ്ടാമിനേഷൻ ആവാം, അത് മനുഷ്യരിലേക്ക് എത്താം. ഇങ്ങനെയൊക്കെ ഒരു ട്രാൻസ്മിഷൻ്റെ റേറ്റ് ഒരു ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്ന ഫീക്കോ ഓറൽ ഡിസീസുകൾ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പം നമ്മളതിൻ്റെ
എന്ത് പഠിച്ചു, അതിൻ്റെ ട്രാൻസ്മിഷൻ്റെ രീതികൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്താൽ നമുക്ക് ഇത്തരം അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് എന്തൊക്കെ മെത്തേഡുകളാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. ദർ ഇസ് എ നമ്പർ ഓഫ് മെത്തേഡ്സ് എക്സ്ക്രീറ്റഡ് ഡിസ്പോസൽ. സം ആർ അപ്ലിക്കബിൾ അൺസിവേഡ് ഏരിയാസ്. അവിടെയാണ് നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ളത്. അൺസിവേഡ് ഏരിയയിലും അതുപോലെ തന്നെ സിവേഡ് ഏരിയയിലും ഈ എക്സ്ക്രീറ്റഡ് ഡിസ്പോസൽ മെത്തേഡ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഏരിയയിലും എന്തൊക്കെ തരത്തിലുള്ള മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പിലേക്ക് തന്നെ പോവാം. അൺസിവേഡ് ഏരിയയിലേക്ക് പോവാം. അൺസിവേഡ് ഏരിയയിൽ എങ്ങനെയാണ് പോകുന്നത്? അവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സർവീസ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ സർവീസ് ടൈപ്പ് ലാറ്റൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റിലെ തന്നെ നമുക്ക് സർവീസ് ടൈപ്പ് ലാറ്റൻസ്, അത് ഇപ്പം നിലവിൽ അത് യൂസ് ചെയ്യുന്നില്ല. അത് അങ്ങനത്തെ ഒരു മെത്തേഡ് ഇപ്പം ഇല്ല, മുന്നേക്കെ ഉണ്ടായിരുന്നതാണ്. സർവീസ് ടൈപ്പ് ലാറ്റൻ അൺസിവേഡ് ഏരിയയിൽ സർവീസ് ടൈപ്പ് ലാറ്റൻസിൽ അതിന് പറയുന്നത് കൺസർവേറ്ററി സിസ്റ്റം എന്നാണ്. കൺസർവൻസി സിസ്റ്റമാണ്. അപ്പോൾ കൺസർവൻസി സിസ്റ്റത്തിൽ എന്താണ് എങ്ങനെയാണ് ചെയ്തിരുന്നതാണ്. അതിപ്പം നിലവിൽ അത് അങ്ങനെ ഒരു ടെക്നിക്കൽ ഒരു മെത്തേഡില്ല, യൂസ് ചെയ്യുന്നില്ല, നോട്ട് ഇൻ യൂസ് ആണ്. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? നൈറ്റ് സോയിൽ ഈസ് കളക്റ്റഡ് ഫ്രം പെയിൽ ഓർ ബക്കറ്റ് ടൈപ്പ് ഓഫ് ലാട്രിൻസ് ബൈ ഹ്യൂമൻ ഏജൻസി ആൻഡ് ലാറ്റർ ഡിസ്പോസ്ഡ് ഓഫ് ബൈ ബറിയിങ് ഓർ കമ്പോസ്റ്റിംഗ്. നൈറ്റ് സോയിൽ ഡയറക്റ്റ് ഹ്യൂമൻ ഏജൻസി വന്ന് കളക്ട് ചെയ്തിട്ട് അത് വേറൊരു സ്ഥലത്ത്, ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ സ്ഥലത്ത് അത് ഡിസ്പോസ് ബൈ ബറിയിങ് ഓർ കമ്പോസ്റ്റിംഗ്. ബറിയിങ് അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗ് ചെയ്യുന്ന മെത്തേഡാണ് സർവീസ് ടൈപ്പ് ലാറ്റൻസ് കൺസർവൻസി സിസ്റ്റത്തിൽ ചെയ്തിരുന്നത് അൺസിവേഡ് ഏരിയാസിൽ. ഓക്കെ, അതിപ്പം നിലവിൽ അത് അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. ഇനി നോൺ സർവീസ് ടൈപ്പിലേക്ക് വരുമ്പോഴോ, സർവീസ് ടൈപ്പ് നമ്മൾ കൺസർവൻസി സിസ്റ്റം പഠിച്ചു. ഇനി നോൺ സർവീസ് ടൈപ്പ് അതിലേക്ക് വരുമ്പോഴാണ് നമുക്കിനി സാനിറ്ററി ലാട്രൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സാനിറ്ററി ലാട്രൻസിൽ നിരവധി ടൈപ്പുകളുണ്ട്. ബോർഹോൾ ലാട്രൻസ് ഉണ്ട്, ഡഗ് വെൽ ഓർ പിറ്റ് ലാട്രൻസ് ഉണ്ട്, വാട്ടർ സീൽ ടൈപ്പ് ഓഫ് ലാട്രൻസ് ഉണ്ട്. അതിനകത്താണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. വാട്ടർ സീൽ ലാട്രൻസിൽ ഡോട്ട് ഉണ്ടേ, PRAI ടൈപ്പും ഉണ്ട്, RCA ടൈപ്പും ഉണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ സുലഭ് ശൗചാലയ എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പാണ് അതിനകത്ത് വരുന്നത്, വാട്ടർ സീൽ ലാട്രൻസിൽ വരുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ നമ്മൾ നോൺ സർവീസ് ടൈപ്പിൽ വരുന്നത് സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, അക്വ പ്രൈവി ഉണ്ട്. അതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പോയിന്റുകളാണ്. ഇപ്പം ഞാൻ പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ഇനി പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ലാട്രൻസ് സൂട്ടബിൾ ഫോർ ക്യാമ്പ്സ് ആൻഡ് ടെമ്പററി യൂസ്. ക്യാമ്പുകളിലും അതുപോലെ തന്നെ ടെമ്പററി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാട്രൻസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ലാട്രൻസ് സൂട്ടബിൾ ഫോർ ക്യാമ്പ്സ് ആൻഡ് ടെമ്പററി യൂസ്. ഷാളോ ട്രഞ്ച് ലാട്രിൻ, ഡീപ്പ് ട്രഞ്ച് ലാട്രിൻ, പിറ്റ് ലാട്രിൻ, ബോർഹോൾ ലാട്രൻസ്. 4 ടൈപ്പാണ് ടെമ്പററി ആയിട്ടുള്ള യൂസിനും അതുപോലെ അല്ലെങ്കിൽ തന്നെ ചെറിയ ക്യാമ്പുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ലാട്രിനാണ്. ഇതൊന്നൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ലാട്രൻസ് സൂട്ടബിൾ ഫോർ ക്യാമ്പ്സ് ആൻഡ് ടെമ്പററി യൂസ് അതിനുപയോഗിക്കുന്നതാണ് ഷാലോ ട്രഞ്ച് ലാട്രിൻ, ഡീപ്പ് ട്രഞ്ച് ലാട്രിൻ, അതുപോലെ തന്നെ പിറ്റ് ലാട്രിൻ, ബോർഹോൾ ലാട്രിൻസ്. ഈ 4 ടൈപ്പാണ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അതാണ് ക്യാമ്പുകൾക്കും ടെമ്പററി ആയിട്ടുള്ള ക്യാമ്പുകൾക്കും ടെമ്പററി യൂസിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റുകളിൽ നമ്മൾ അൺസിവേഡ് ഏരിയയിലത്തെ നോക്കി. ഇനി സീവേഡ് ഏരിയയിൽ എങ്ങനെയാണ് എക്സ്ക്രീറ്റഡ് ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് വാട്ടർ കേരേജ് സിസ്റ്റം ആൻഡ് സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, വാട്ടർ കേരേജ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ഞാൻ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു പോകും. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അത് സ്ക്രീനിങ്, അതുപോലെ തന്നെ ആ ഗ്രിറ്റ് റിമൂവൽ ചെയ്യുന്നു, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ഉണ്ട്. ഇതെല്ലാം ഇനി വരുന്നത് സീവേജ് എന്ന ഭാഗത്താണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രിക്കിളിങ് ഫിൽറ്റർ ഉണ്ട്, മെത്തേഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ചെയ്യുന്നുണ്ട്. സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത് ചെയ്യുന്നതാണ്. ഇനി
അടുത്ത പോയിന്റ് വരുന്നത് മറ്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സീവേജ് ഡിസ്പോസ് ചെയ്യുന്നത്. സീവേജിലേക്ക് വരുമ്പോൾ സീ ഔട്ട്ഫോൾ ഉണ്ട്, ഔട്ട്ഫോൾ. അങ്ങനെ പറഞ്ഞാൽ സീ ഔട്ട്ഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യങ്ങൾ നമ്മൾ കടലിലേക്ക് ഒഴുക്കി വിടുന്നു, സേഫായിട്ട് കടലിലേക്ക് ഒഴുക്കി വിടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സീവേജ് ഫാമിംഗ് ഉണ്ട്, ഓക്സിഡേഷൻ പോൺസ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാനുണ്ട്. എക്സ്ക്രീറ്റഡ് ഡിസ്പോസൽ ഓഫ് അൺസിവേഡ് ഏരിയയിലേക്ക് വരുമ്പോൾ സർവീസ് ടൈപ്പ് നമ്മൾ നേരത്തെ നോക്കിയല്ലേ, കൺസർവൻസിയാണ്. അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക്, ടൈപ്പിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നോട്ടിനകത്ത്. കൺസർവൻസിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ കൺസർവൻസി സിസ്റ്റത്തിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നോട്ട് ഇൻ യൂസ് പ്രസൻ്റ്. ഇപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നോൺ സർവീസ് ടൈപ്പിലേക്ക് വരുമ്പോൾ സാനിറ്ററി ലാറ്റൻസിലെ അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാനിറ്ററി ലാറ്റൻസിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ എക്സ്ക്രീറ്റ ഷുഡ് നോട്ട് കണ്ടാമിനേറ്റ് ദി ഗ്രൗണ്ട് ഓർ സേഫ് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറോ അല്ലെങ്കിൽ വാട്ടർ സർഫസോ ഷുഡ് നോട്ട് കണ്ടാമിനേറ്റ് ദി ഗ്രൗണ്ട് ഓർ സർഫസ് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറോ സർഫസ് വാട്ടറോ കണ്ടാമിനേറ്റഡ് ആവാത്ത രീതിയിലായിരിക്കണം സാനിറ്ററി ലാറ്റൻസിൻ്റെ സ്ഥിതി ചെയ്യുന്നതും അത് നിർമ്മിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ക്രൈറ്റീരിയകളാണ് സാനിറ്ററി ലാറ്റൻസിൻ്റെ ക്രൈറ്റീരിയകളാണ്. എക്സ്ക്രീറ്റ ഷുഡ് നോട്ട് പൊല്യൂട്ട് ദി സോയിൽ മണ്ണ് മലിനപ്പെടാൻ ഇടയാവരുത്. അതാണ് സാനിറ്ററി ലാറ്റൻസിൻ്റെ ക്രൈറ്റീരിയകളായിട്ട് അടുത്ത പോയിന്റ് വരുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ എക്സ്ക്രീറ്റ ഷുഡ് ബി അക്സസിബിൾ ടു ഫ്ലൈസ്, റോഡൻസ്, ആനിമൽസ് ആൻഡ് അതർ വെഹിക്കിൾ ഓഫ് ട്രാൻസ്മിഷൻ. മറ്റൊരു തരത്തിലും അവിടെ നിന്ന് രോഗവാഹിനികളായിട്ടുള്ള ഒന്നിലേക്കും ഇത് ആക്സസിബിൾ ആവരുത്. അതാണ് പറയുന്നത്. ഈ എക്സ്ക്രീറ്റ ഈ പറഞ്ഞതുപോലെ ഫ്ലൈസോ, റോഡൻസോ, ആനിമൽസോ ആൻഡ് അതർ വെഹിക്കിൾ ഓഫ് ട്രാൻസ്മിഷൻ, ഈ അവിടെ നിന്ന് ഈ എക്സ്ക്രീറ്റ വഹിച്ചുകൊണ്ട് ഒരു രോഗം മറ്റ് പരത്തുന്ന രീതിയിൽ ഒന്നിലേക്കും ഇത് പടരാതിരിക്കാനും അല്ലെങ്കിൽ ഇത് വഹിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കണം ഈ സാനിറ്ററി ലാറ്റൻ നിർമ്മിക്കുമ്പോൾ. എക്സ്ക്രീറ്റ ഷുഡ് നോട്ട് ക്രിയേറ്റ് ന്യൂസൻസ് ഡ്യൂ ടു ഓർഡർ ഓർ അൺസൈറ്റി അപ്പിയറൻസ്. ഈ എക്സ്ക്രീറ്റ ന്യൂസൻസ് ആയിട്ടുള്ള സ്മെല്ല്, അതുപോലെ തന്നെ അൺസൈറ്റി അപ്പിയറൻസ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നിക്കുന്ന രീതിയിൽ ആവരുത് ഈ സാനിറ്ററി ലാറ്ററിനകത്ത് ഈ എക്സ്ക്രീറ്റ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാനിറ്ററി ലാറ്ററിൻ്റെ ക്രൈറ്റീരിയകൾ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഒന്നുകൂടി കൃത്യമായിട്ട് അത് നോക്കി പോകണം. എക്സ്ക്രീറ്റ ഷുഡ് നോട്ട് കണ്ടാമിനേറ്റ് ഗ്രൗണ്ട് ഓർ സർഫസ് വാട്ടർ. അതുപോലെ തന്നെ നോട്ട് പൊല്യൂട്ടഡ് ദി സോയിൽ, മണ്ണ് മലിനപ്പെടരുത്. എക്സ്ക്രീറ്റ ഷുഡ് നോട്ട് ബി ആക്സസിബിൾ ടു ഫ്ലൈസ്, റോഡൻസ്, ആനിമൽസ് ആൻഡ് അതർ വെഹിക്കിൾ ഓഫ് ട്രാൻസ്മിഷൻ. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ എക്സ്ക്രീറ്റ ഷുഡ് നോട്ട് ക്രിയേറ്റ് ന്യൂസൻസ് ഡ്യൂ ടു ഓർഡർ ഓർ അൺസൈറ്റി അപ്പിയറൻസ്. ഓക്കെ, പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് സാനിറ്ററി ലാറ്റൻസിൻ്റെ. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ടൈപ്പ് വാട്ടർ സീൽ ലാറ്റനാണ് പരിചയപ്പെടുന്നത്. ഇപ്പോൾ വാട്ടർ സീൽ ലാറ്റനകത്ത് ഞാൻ എല്ലാത്തിനകത്തും അതിൻ്റെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചിത്രങ്ങൾ ക്രോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് പേജ് നമ്പർ വരുന്നത് 884 884 ആണ് പേജ് നമ്പർ വരുന്നത്. കൂടുതലായിട്ട് ഇപ്പം കാണുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി വലുതായി കാണണമെങ്കിൽ നമുക്ക് പാർക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ പരിശോധിച്ചാൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാം. ഓക്കെ, അതുപോലെ തന്നെ നോട്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൗകര്യാർത്ഥം അത് നോക്കി. ഈ ചിത്രങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെങ്കിൽ ചിത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഞാൻ ഈ പറയുന്നതും അതുപോലെ തന്നെ ഈ ചിത്രവും കൂടി കണ്ടാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നോട്ടുകളിലൊക്കെ ചിത്രങ്ങളും കൂടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ സീൽ ലാറ്റൻ എന്താണെന്ന് പരിചയപ്പെടാം. ഓക്കെ, സാനിറ്ററി ലാറ്റൻസ് ഫോർ റൂറൽ ഫാമിലീസ്. സാധാരണയായിട്ട് റൂറൽ ഫാമിലിയിൽ ഉപയോഗിക്കുന്ന സാനിറ്ററി ലാറ്റനെയാണ് നമ്മൾ ആ ടൈപ്പാണ് വാട്ടർ സീൽ ലാറ്റൻസ്. ഓക്കെ, ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ ഇറ്റ് പ്രിവെൻറ്റ് ആക്സസ് ബൈ ഫ്ലൈസ്. ദി നൈറ്റ് സോയിൽ ഈസ് സീൽഡ് ഓഫ് ഫ്രം ഫ്ലൈസ് ബൈ സ്മാൾ ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ എ ബെൻഡ് പൈപ്പ് കാൾഡ് ട്രാപ്പ്. നമ്മൾ ഓരോ പോയിന്റുകളും അതിൻ്റെ ഓരോ ഘടകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ആക്സസബിൾ അല്ല. ഈ ഫ്ലീസിനൊന്നും ഈ നൈറ്റ് സോയിൽ ഡയറക്റ്റ്ലി ആക്സസബിൾ അല്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മളതൊരു ഈ ചിത്രത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. ഒരു ബെൻഡ് പൈപ്പ്, ഒരു പൈപ്പിനകത്ത് വെള്ളം കൊണ്ട് വെള്ളം മുകളിൽ നിൽക്കും. അതിൻ്റെ താഴെയാണ് ഈ നൈറ്റ് സോയിലൊക്കെ അതിൻ്റെ താഴേക്ക് നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കിലേക്കൊക്കെ കവർ ചെയ്ത് പോകും.
അപ്പം ഈ വെള്ളത്തിൻ്റെ ഒരു സ്മോൾ ഡെപ്ത് ഓഫ് വാട്ടർ, ആ ഒരു വെള്ളം എപ്പോഴും അവിടെ ആ ഒരു ബെൻഡ് പൈപ്പിൽ അങ്ങ് നിൽക്കും. അതിന് പറയുന്ന പേരാണ് ട്രാപ്പ് എന്ന് പറയും. ആ ട്രാപ്പിനകത്ത് വെള്ളം സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇത് എന്താവും, മറ്റ് ഫ്ലൈസിലേക്കും ഒന്നും ഇത് നൈറ്റ് സോയിൽ ഡയറക്റ്റായിട്ട് ആക്സസബിൾ ആവില്ല, ആവരുത്. അതാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാനിറ്ററി ലാറ്റർ എന്ന് പറയുമ്പോൾ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ, അടുത്ത പോയിന്റ് വരുമ്പോൾ, ഇറ്റ് പ്രിവെൻറ്റ് എസ്കേപ്പ് ഓഡർ ആൻഡ് ഫോൾ ഗ്യാസ് ആൻഡ് ദെർബൈ എലിമിനേറ്റ് ന്യൂസൻസ് ഓഫ് സ്മെൽ. ഇല്ലേ, ദുർഗന്ധങ്ങളൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഈ വാട്ടർ സീൽ ലെയർ, ആ ഡെപ്ത്, വാട്ടർ ഡെപ്ത്, ഈ ദുർഗന്ധമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ സംരക്ഷിക്കും. ഓക്കെ, അതാണ് സാനിറ്ററി ലാറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വാട്ടർ സീൽ എപ്പോഴും ആ ഒരു ബെൻഡിനകത്ത് എപ്പോഴും ആ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അത് മുഖാന്തരം നമുക്ക് കൃത്യമായിട്ട് ഈ ഫ്ലൈസിനെ മറ്റ് പ്രാണികളിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതെയോ അല്ലെങ്കിൽ തന്നെ ഈ ദുർഗന്ധങ്ങളൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിലും സംരക്ഷിക്കും. ഓക്കെ, അതിൻ്റെ 2 ടൈപ്പാണ് ഉള്ളത്. PRAI, പ്ലാനിങ് റിസർച്ച് ആൻഡ് ആക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നോ UP. അതിൻ്റെ ഫുൾ ഫോമാണ് ഉള്ളത്. PRAIയുടെ പ്ലാനിങ് റിസർച്ച് ആൻഡ് ആക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വരുന്നത്. PRAIയുടെ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് RCA ടൈപ്പാണ്. RCA ടൈപ്പ് വരുമ്പോൾ റിസർച്ച് കം ആക്ഷൻ. ഈ 2 ടൈപ്പാണ് സാനിറ്ററി ലാറ്റൻസിനുള്ളത്. അത് നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ വിശദമായിട്ട് പഠിക്കാനുള്ളത് RCA ലാറ്റൻസ് ആണ്. ഓക്കെ, അപ്പം RCA ലാറ്ററിനാണ് നമുക്ക് റിസർച്ച് കം ആക്ഷൻ ലാറ്ററിനാണ് ഇപ്പോൾ നമ്മളിപ്പം കോമൺ ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പം അതിനകത്ത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നോക്കാം. RCA ലാറ്ററിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് ഇനി വരുന്ന ഇപ്പോൾ ഈ ലാറ്ററിൻ്റെ ഇപ്പം നമ്മളിപ്പം ഈ ഒരു സാനിറ്ററി വർക്കർ ഒരു നമുക്ക് ഫീൽഡിലാണെങ്കിലും കൂടെ ഏറ്റവും അധികം കംപ്ലൈൻറ്റുകൾ വരുന്ന ഒരു മേഖലയാണ് ഈ ലാറ്ററിനും വാട്ടർ സോഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നിരവധി കേസുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഫീൽഡിൽ പോയാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഈ ലാറ്റൻസും അതേപോലെ തന്നെ വാട്ടർ സോഴ്സും തമ്മിലുള്ള ആ ഒരു സേഫ് അല്ലാത്ത ഡിസ്റ്റൻസ് കാരണം അത് മലിനപ്പെടുന്നൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ വരും. അപ്പം ആ ഒരു RCA ലാറ്ററിൻ്റെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതെന്ന്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ഒരു RCA ലാറ്ററിൻ, ഒരു സാനിറ്ററി ലാറ്ററിൻ അത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എങ്ങനെയാണ് ഇരിക്കേണ്ടതാണ് വരുന്നത്. സേഫ് ഡിസ്റ്റൻസ് ഫ്രം ലാറ്ററിൻ ആൻഡ് സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ ദി പൊറോസിറ്റി ഓഫ് സോയിൽ. ആ ഒരു പോയിന്റ് പറയുന്നത് എന്താണെങ്കിൽ, മണ്ണിൻ്റെ ഘടന അനുസരിച്ചാണ് വാട്ടർ സോഴ്സും അതേപോലെ തന്നെ ലാറ്ററിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് അങ്ങനെ തന്നെ പറയാം നമുക്ക്. സെപ്റ്റിക് ടാങ്കും വാട്ടർ സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച്, ഇപ്പോൾ പൊറോസിറ്റി പറഞ്ഞാൽ പൊറോസിറ്റിക്ക് അനുസരിച്ചിരിക്കാം അതിൻ്റെ സേഫ് ഡിസ്റ്റൻസ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരുപാട് ഇപ്പം മണൽ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു സേഫ് ഡിസ്റ്റൻസ് തന്നെ പാലിച്ചില്ലെങ്കിൽ വാട്ടർ സോഴ്സ് കണ്ടാമിനേഷൻ സാധ്യതയുണ്ട്. അപ്പം ഇതിലെന്താ പറയുന്നത്, പൊറോസിറ്റി ഓഫ് ലെവൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ പൊറോസിറ്റി ഓഫ് ദി സോയിൽ, ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഇറ്റ്സ് സ്ലോപ്പ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഈ ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? പൊറോസിറ്റി ഓഫ് സോയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഇറ്റ്സ് സ്ലോപ്പ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷുഡ് ബി നോട്ട് ലൊക്കേറ്റഡ് വിത്തിൻ 15 മീറ്റർ. അതാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എങ്ങനെയാണ്? 50 അടി 15 മീറ്റർ ഡിസ്റ്റൻസിൽ, ആ ഒരു റേഡിയസിനകത്ത് ഒരിക്കലും ഒരു വാട്ടർ സോഴ്സിൻ്റെ 15 മീറ്റർ റേഡിയസിൽ ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ലാറ്ററിൻ സ്ഥിതി ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് വിത്തിൻ 15 മീറ്റർ ഫ്രം എ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈ ഉള്ളതിന് 50 അടി ദൂരം മാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ലാറ്ററിൻ്റെ നമുക്ക് നിർമ്മിക്കാൻ പാടുള്ളൂ. അതാണ് ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 15 മീറ്റർ അല്ലെങ്കിൽ 50 അടി, 50 ഫീറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് ഇൻ ഏരിയാസ് യൂഷ്വലി സബ്ജക്റ്റഡ് ടു ഫ്ലഡിങ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സാനിറ്ററി ലാറ്ററിൻ ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയ എന്താ, വെള്ളപ്പൊക്കത്തിൽ എന്താ ചെയ്യും? നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എല്ലാം വെള്ളം കയറി നിറയും. അതുമൂലം
ഈ എക്സ്ക്രീറ്റ ഓവർഫ്ലോ ആവും. സോ മൊത്തത്തിൽ കണ്ടാമിനേഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ, ഫ്ലഡിങ്ങിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ലാട്രിൻ, സാനിറ്ററി ലാട്രിൻ നിർമ്മിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ വാട്ടർ സോഴ്സിനടുത്ത് നിന്ന് നമുക്ക് 15 മീറ്ററെങ്കിലും ഡിസ്റ്റൻസിലാണ് ഒരു ലാട്രിൻ നിർമ്മിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ലൊക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ലൊക്കേഷൻ കഴിഞ്ഞെങ്കിൽ അടുത്തത് വരുന്നത് നമുക്ക് ആ ലാട്രിൻ്റെ അകത്തേക്ക് വരുന്ന സ്കേർട്ടിംഗ് പ്ലേറ്റ് എന്ന് പറയും. എന്താണ് സ്കേർട്ടിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലാട്രിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്കേർട്ടിംഗ് പ്ലേറ്റ്. ഷുഡ് ബി മെയ്ഡ് ഇൻ എ ഇംപ്രൂവൈസ്ഡ് മെറ്റീരിയൽ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി വാഷ്ഡ് ആൻഡ് കെപ്റ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. അത് നിർമ്മിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ക്ലോസറ്റുകളൊക്കെ കണ്ടാൽ, പഴയ കാലത്തെ ക്ലോസറ്റുകളൊക്കെ കണ്ടാൽ അറിയാം, നമുക്കത് വാഷ് ചെയ്താൽ എളുപ്പത്തിൽ വൃത്തിയാവുന്ന തരത്തിലുള്ള ആ ഒരു മെറ്റീരിയലാണ്. മീൻസ് അത് എങ്ങനെയാണ് വരുന്നത്, ഒരു തരത്തിൽ കുറച്ച് ഇമ്പ്രൂവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുവഴുപ്പുള്ള തരത്തിലുള്ള മെറ്റീരിയലാണ്. കാരണം അത് ഏറ്റവും പെട്ടെന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് ക്ലീൻ ആവുന്ന തരത്തിലുള്ള മെറ്റീരിയലും ഉണ്ടാവും ഇത്തരത്തിലുള്ള സ്കേർട്ടിംഗ് പ്ലേറ്റുകൾ നിർമ്മിക്കുന്നത്. ഇനി അപ്പം സ്കേർട്ടിംഗ് പ്ലേറ്റുകൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ ഡയറക്റ്റ് അതിലാണ് നമ്മൾ ഈ പാദങ്ങൾ കോണ്ടാക്റ്റ് ആവുക. ഇൻ കേസ് നമ്മൾ ചപ്പൽസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വേംസുകൾ അല്ലെങ്കിൽ തന്നെ മറ്റുള്ള തരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് വളരെ ക്ലീൻ ഡ്രൈ ആയിട്ടിരിക്കണം ഏത് സമയത്തും ഈ സ്കേർട്ടിംഗ് പ്ലേറ്റുകൾ. ഇനി അതിൻ്റെ ഒരു സ്ലാബാണ് അടുത്ത് പറയുന്നത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. സ്ലാബ് ഓഫ് RCA ലാട്രിൻസ് മേഡ് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് വിത്തിൻ എ ഡയമെൻഷൻ ഓഫ് 90 cm ആൻഡ് 5 cm തിക്നെസ് അറ്റ് ദി ഔട്ടർ എഡ്ജ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 90 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലും, 90 സെൻറ്റിമീറ്റർ ഡയമെൻഷനിലും 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലും വേണം ആ ലാട്രിൻ്റെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്ലാബിൻ്റെ മുകളിലാണ് ഈ സ്കേർട്ടിംഗ് പ്ലേറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ സ്ലാബിൻ്റെ ഡയമെൻഷനാണ് പറഞ്ഞത് 90 സെൻറ്റിമീറ്റർ ഡയമെൻഷനിലും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലും 2 ഇഞ്ച് തിക്നെസ്സിലും വേണം ഈ സ്ലാബുകൾ നിർമ്മിക്കാൻ. അതിൻ്റെ സ്ലോപ്പ് 1/2 ഇഞ്ച് സ്ലോപ്പ് ടുവാർഡ്സ് ദ പാൻ. ഇനി നമ്മൾ പാനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പാനിലേക്ക് 1/2 ഇഞ്ച് സ്ലോപ്പിൽ വേണം ഇത്തരത്തിലുള്ള സ്ലാബ് നിർമ്മിക്കാൻ. ഓക്കെ, അപ്പോൾ സ്കേർട്ടിംഗ് പ്ലേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി പാൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ചിത്രത്തിലൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദി പാൻ റിസീവ് ദി നൈറ്റ് സോയിൽ, യൂറിൻ ആൻഡ് വാഷ് വാട്ടർ. ഈ പാനാണ് നൈറ്റ് സോയിലും യൂറിനും അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടറും കളക്ട് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 17 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത്. 42.5 സെൻറ്റിമീറ്റർ ആണ് പാനിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് ഓഫ് ദി ഫ്രണ്ട് പോർഷൻ ഓഫ് ദി പാൻ മിനിമം 12.5 സെൻറ്റിമീറ്റർ, 5 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് അതിൻ്റെ വിഡ്ത്ത് വരണം. ഇനി അതിൻ്റെ വിഡ്ത്ത് അറ്റ് ദി വൈഡസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴോ 8 ഇഞ്ച് അതിൻ്റെ വൈഡസ്റ്റ് ആയിട്ടുള്ള പോർഷനിലേക്കും 20 സെൻറ്റിമീറ്റർ വിഡ്ത്തിലേക്കും അതിൻ്റെ വിഡ്ത്ത് പോർഷനിലേക്കും വരുന്നുണ്ട്. വൈഡ് പോർഷനിലേക്ക് അതിൻ്റെ വിഡ്ത്ത് വരുന്നുണ്ട്, 20 സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഇപ്പം പാൻ കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് ഇനി ട്രാപ്പ് എന്ന് പറഞ്ഞു. ട്രാപ്പ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഒരു വാട്ടർ സീലിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ്, ഒരു സ്റ്റേബിളായിട്ടൊരു വാട്ടർ നിൽക്കാനുള്ള ഒരു ബെൻഡ് പൈപ്പാണ് ട്രാപ്പ് എന്ന് പറഞ്ഞു. ഈ വാട്ടർ നിൽക്കുന്നത് കാരണമാണ് ഈ സാനിറ്ററി ലാട്രിനിൽ നമുക്ക് ദുർഗന്ധങ്ങളും അതുപോലെ തന്നെ ഫ്ലീസിനായിട്ടുള്ള കോണ്ടാക്റ്റുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ സംരക്ഷിക്കുന്നത് ഈ ഒരു വാട്ടർ സീലാണ്. അപ്പോൾ അത് നിൽക്കുന്ന ബെൻഡ് പൈപ്പിനെ പറയുന്നതാണ് നമുക്ക് ട്രാപ്പ് എന്ന് പറയുന്നത്. ദി ട്രാപ്പ് ഈസ് എ ബെൻഡ് പൈപ്പ് അബൌട്ട് 7.5 സെൻറ്റിമീറ്റർ ഇൻ ഡയമീറ്റർ ഈസ് കളക്റ്റഡ് വിത്തിൻ ദി പാൻ. പാനിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ബെൻഡ് പൈപ്പാണ്. 7.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു പൈപ്പാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ് വാട്ടർ ആൻഡ് പ്രൊവൈഡ് നെസസറി വാട്ടർ സീൽ. അല്ലേ, നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ വാട്ടർ സീൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പം ഈ ഒരു ബെൻഡ് പൈപ്പിലാണ് ഈ വാട്ടർ സീൽ എപ്പോഴും നിലനിന്ന് പോകുന്നത്. ഇനി അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നോക്കാം. ഡെപ്ത് ഓഫ് വാട്ടർ സീൽ ഇൻ RCA ലാട്രിൻ 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഡെപ്തിൽ
ഈ വാട്ടർ സെയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കണം. നിന്നാൽ മാത്രമാണ് അതിനൊരു സാനിറ്ററി ലാട്രിൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാട്ടർ സെയിൽ പ്രിവെൻറ്റ്സ് ദി ആക്സസ് ബൈ ഫ്ലൈസ് ആൻഡ് സസ്പെൻഡഡ് ദി ന്യൂസൻസ് ഫ്രം സ്മെൽ. നമ്മൾ ഫസ്റ്റിലെ പോയിന്റ് പഠിച്ചതാണ് വാട്ടർ സെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് അല്ലേ. പ്രിവെൻറ്റ് ദി ആക്സസ് ബൈ ഫ്ലൈസ് ആൻഡ് സസ്പെൻഡഡ് ദി ന്യൂസൻസ് ഫ്രം സ്മെൽ. മറ്റ് പ്രാണികളിൽ നിന്ന് പ്രാണികൾ ഫ്ലീസുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നതിനും അതുപോലെ തന്നെ ദുർഗന്ധങ്ങൾ പുറത്തേക്ക് പോകാത്ത രീതിയിലും സംരക്ഷിക്കുന്നത് ഈ വാട്ടർ സീലാണ്. ഓക്കെ, അപ്പോൾ ട്രാപ്പ് എന്താണെന്ന് പഠിച്ചല്ലോ. ബെൻഡ് പൈപ്പാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഈ ബെൻഡ് പൈപ്പും കഴിഞ്ഞാൽ ഇനി വരുന്നത് കണക്റ്റീവ് പൈപ്പാണ്. കണക്റ്റീവ് പൈപ്പ് പറയുകയാണെങ്കിൽ ആ ചിത്രത്തിനകത്ത് കാണാൻ പറ്റും, ഒരു അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണക്റ്റീവ് പൈപ്പ് വെൻ ദി പിറ്റ് ഈസ് ഡഗ് away from the square plate, the trap is connected to the pit by short length of connecting pipe 7.5 cm diameter and at length 1 meter in length with an bend and at the end. ഈ ട്രാപ്പിനകത്ത് നമ്മൾ ഇപ്പം പറഞ്ഞു അതിനകത്തൊരു വാട്ടർ സീൽ ഉണ്ടാവും. ഈ ട്രാപ്പിനകത്ത് നിന്ന് കണക്ട് ചെയ്യുന്ന പൈപ്പാണ് എവിടേക്ക്? ഡഗ് പിറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പിനെ പറയുന്നതാണ് നമ്മൾ കണക്റ്റീവ് പൈപ്പ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. ഡഗ് പിറ്റിലേക്ക് ഈ എക്സ്ക്രീറ്റ് ഈ ട്രാപ്പിൽ നിന്ന് കണക്ട് ചെയ്യുന്ന പൈപ്പാണ് നമുക്ക് കണക്റ്റീവ് പൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമീറ്റർ പറയുന്നത് നമ്മൾ ട്രാപ്പിൻ്റെ ഡയമീറ്റർ, അതേ ഡയമീറ്റർ തന്നെയാണ്. 7.5 cm ആണ് ഡയമീറ്റർ വരുന്നത്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 മീറ്റർ, 1 മീറ്ററെങ്കിലും നീളം ഉണ്ടായിരിക്കണം. യൂസ്ഡ് ഇൻ ഇൻഡയറക്റ്റ് ടൈപ്പ് ഓഫ് ലാട്രൻസ് എന്നാണ്. അപ്പം അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ ഇനി കുറച്ചും കൂടി വരുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെൻ ദി പിറ്റ് ഈസ് ഫിൽ, ഇപ്പോൾ ഡഗ് പിറ്റ് ഫുള്ളാവുന്ന സമയത്ത് എ സെക്കൻഡ് പിറ്റ് ക്യാൻ ബി പുട്ട് ഇൻ ടു ഓപ്പറേഷൻ ബൈ മെയർലി ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് ദി കണക്റ്റീവ് പൈപ്പ്. ഇപ്പം ഒരു ഡഗ് പിറ്റ് ഫുള്ളാവുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടാമതൊരു പിറ്റ് നിർമ്മിച്ച് അതിലേക്ക് ഈ കണക്റ്റീവ് പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതയും കൂടെയും ഒരു സൗകര്യങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി ആ ഒരു പിറ്റ് ഫസ്റ്റിലെ പിറ്റ് നിറഞ്ഞ് രണ്ടാമത്തെ പിറ്റിലേക്ക് ഈ കണക്റ്റീവ് പൈപ്പ് മാറ്റി സ്ഥാപിച്ച് ഈ രണ്ടാമത്തെ പിറ്റ് നിറയുമ്പോഴേക്കും ഫസ്റ്റ് പിറ്റിലെ നൈറ്റ് സോയിൽ അത് ഓവറോൾ അതെല്ലാം നശിച്ച് അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പാകത്തിലായിരിക്കും. അപ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ലാവുന്നതനുസരിച്ച് മാറ്റി കണക്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണക്റ്റിംഗ് പൈപ്പ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. ട്രാപ്പിനെയും ഡഗ് പിറ്റിലേക്കും ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന പൈപ്പിന് തന്നെയാണ് ഡഗ് പിറ്റ് എന്ന് പറയുന്നത്, കണക്റ്റീവ് പൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ഡഗ് വെല്ലാണ്. ഡഗ് വെല്ലിനകത്ത് നമുക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഡഗ് വെല്ലിലേക്ക് പോകുമ്പോൾ ഡഗ് വെൽ ഈസ് ഓർ പിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡഗ് പിറ്റ് എന്ന് പറയുന്നത് ഡഗ് വെൽ ഈസ് യൂഷ്വലി 75 cm ഡയമീറ്റർ, 75 cm ഡയമീറ്ററിലും ആൻഡ് 3 to 3.5 മീറ്റർ ഡീപ്പ് ആൻഡ് ഈസ് കവേർഡ്. 3 മുതൽ 3.5 മീറ്റർ ആഴത്തിലും 75 cm ഡയമീറ്ററിലുമുള്ള ഒരു പിറ്റാണ്. അത് കവർ ചെയ്തിട്ടുള്ളൊരു പിറ്റിനെയാണ് നമ്മൾ ഡഗ് വെൽ എന്ന് പറയുന്നത്. ഓക്കെ, ദി ലൂസ് സോയിൽ ആൻഡ് where the water table is high in a lining earthenware rings or bamboo matting can be used to prevent the caving into the pit. ഓക്കെ, അപ്പോൾ പിറ്റിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഡഗ് വെല്ലിനകത്ത് നമുക്കതിൻ്റെ ഡയമീറ്റർ 75 cm ഡയമീറ്ററും അതുപോലെ തന്നെ 3 മുതൽ 3.5 മീറ്റർ ഡീപ്പിലുള്ള ഒരു കുഴിയാണ് അത് ഉണ്ടാകുന്നത്. അത് ടോട്ടലി അത് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ദി ലൂസ് സോയിൽ ആൻഡ് വാട്ടർ ടേബിൾ ഈസ് ഹൈ ലൈനിങ് ഓഫ് എർത്തൻവെയർ. ഇത് നമുക്ക് ഇതിൻ്റെ ഇപ്പം ഈ വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ നൈറ്റ് സോയിലിൻ്റെയോ അളവ് ഇത് കൂടുകയാണെങ്കിൽ അതിൻ്റെ വെറുതെ വാട്ടർ ടേബിൾ ഈസ് ഹൈ ഇൻ ലൈനിങ് അതിലേക്ക് നമ്മുടെ ആ ഒരു എർത്ത് ലെവലിലേക്കുള്ള കുറച്ചുകൂടി കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിങ്സ് ഓർ ബാംബു മാറ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദി കാവിങ് ഓഫ് ദി പിറ്റ്. അതിൻ്റെ ആ പിറ്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പിറ്റിൻ്റെ വശങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബാംബു മാറ്റിങ്ങും അതുപോലെ തന്നെ മറ്റ് റിങ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും.
when the pit fills up, a second pit is second pit is dug nearby and the direction of the connecting pipe is changed into the second pit. നമ്മൾ നേരത്തെ പഠിച്ചു ഈ കണക്റ്റിംഗ് പൈപ്പ് നമുക്ക് ഒരു പിറ്റ് ഫുൾ ആവുകയാണെങ്കിൽ മറ്റൊരു പിറ്റ് നിർമ്മിച്ച് അതിനകത്തേക്ക് മാറ്റി കണക്ട് ചെയ്യാൻ പാകത്തിലുള്ളതാണ് കണക്റ്റിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു പിറ്റ് നിറയുന്ന സമയത്ത് നമുക്ക് വേറൊരു പിറ്റ് നിർമ്മിച്ച് അതിനകത്തേക്ക് ഈ കണക്റ്റിംഗ് പൈപ്പ് മാറ്റി സ്ഥാപിക്കാനും കഴിയും. when the second pit fills up, the first one may be emptied and reused. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. സെക്കൻഡ് അപ്പോൾ രണ്ടാമത്തെ പിറ്റും നിറയുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ഒന്നുകിൽ ആദ്യത്തെ പിറ്റ് അത് എംപ്റ്റീഡ് ആയിരിക്കും, അത് റീയൂസ് ചെയ്യാൻ പാകത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ ദി ഡിസൈർഡ് ടൈപ്പ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ മേ ബി പ്രൊവൈഡഡ് ദി പ്രൈവസി ആൻഡ് ഷെൽട്ടർ. ഇപ്പോൾ ഒരു സാനിറ്ററി ലാറ്ററിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രൈവസി ഉണ്ടായിരിക്കണം, പിന്നെ അതൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റും മഴയോ വെയിലോ ഒന്നും കൊള്ളാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. സാനിറ്ററി ലാറ്ററിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നീറ്റ് ഫിനിഷ് ഈസ് ഡിസൈറബിൾ ആസ് ദിസ് വിൽ ബി ജനറലി വെൽ മെയിൻറ്റൈൻഡ്. നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യുന്നതും നീറ്റായിരിക്കണം. അത് ഇത്ര നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താണെങ്കിൽ നമുക്ക് ആ സാനിറ്ററി ലാട്രിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിലുള്ള അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എപ്പോഴും നീറ്റ് ഫിനിഷ് ആയിരിക്കാൻ വേണ്ടി പറയുന്നത്. അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൽ പറയുന്നത് എപ്പോഴും നീറ്റ് ഫിനിഷ് ആയിരിക്കണം. ഇനി അത് മെയിൻ്റനൻസ് ആണ് വരുന്നത്. മെയിൻ്റനൻസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? The life of a latrine will be depend upon the several factors such as care in usage and maintenance. അത് എങ്ങനെയാണ് അത് പരിപാലിക്കുന്നത്, ആ സാനിറ്ററി ലാട്രിൻ എങ്ങനെയാണ് അത് പരിപാലിക്കുന്നതിനനുസരിച്ചാണ് അത് ലാട്രിൻ്റെ ആയുസ് ഉണ്ടാവുക. നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ലാട്രിൻസൊക്കെ ആണെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ല നമ്മളത് ഒട്ടും തിരിഞ്ഞു നോക്കാതെ നമുക്ക് അതിൻ്റെ ആ മെയിൻ്റനൻസ് ഒന്നും നല്ല രീതിയിൽ നടത്താത്ത ലാട്രിൻസൊക്കെ ആണെങ്കിൽ അത് വൃത്തിഹീനമായി പോകും. അതുപോലെ തന്നെ അധികം കാലം യൂസ് ചെയ്യാനും പറ്റില്ല. ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് ഇൻറ്റൻറ്റഡ് ആൻഡ് നോട്ട് ഫോർ ഡിസ്പോസൽ, റെഫ്യൂസ് ആൻഡ് അതർ ഡെബ്രിസ്. അത് നമ്മൾ അതിൻ്റെ പർപ്പസാണ് ആദ്യം അറിയേണ്ടത്. ആ പർപ്പസിന് മാത്രം ഇട്ട് വേണം ഒരു സാനിറ്ററി ലാട്രിൻ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു തരത്തിലുള്ള റിഫ്യൂസും കാര്യങ്ങളൊന്നും ഡംപ് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം അത് ഉപയോഗിക്കാൻ. അതിന് മെയിൻ്റനൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി എന്താ പറയുന്നത്, സ്ക്വറ്റിംഗ് പ്ലേസ് ഷുഡ് ബി വാഷ്ഡ് ഫ്രീക്വൻ്റ്ലി ആൻഡ് കെപ്റ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ സ്ക്വറ്റിംഗ് പ്ലേറ്റുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ക്ലീനും ഡ്രൈ ആയിട്ടും ഇരിക്കണം. അതാണ് ഒരു സാനിറ്ററി ലാട്രിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റ്, ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. പീപ്പിൾ ഷുഡ് ലേൺ ടു ഫ്ലഷ് ദി പാൻ ആഫ്റ്റർ യൂസ് വിത്ത് ദി അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഫ്ലഷ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്ത് ആ പാനെല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മാത്രമാണ് അത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ലൈഫ് നിലനിൽക്കുള്ളൂ. അങ്ങനെയാണ് ഈ ലാട്രിൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, 1 to 2 liters of water are sufficient to flush the RCA ലാട്രിൻ. 1 മുതൽ 2 ലിറ്റർ വെള്ളം മതിയാവും കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് ഫ്ലഷ് ചെയ്യാൻ ആവശ്യം വരുന്നത്. പ്രോപ്പർ മെയിൻ്റനൻസ് ഇൻവോൾവ്സ് ദി ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫ് ദി പീപ്പിൾ ഈസ് വെരി നെസസറി ഫോർ ദി സക്സസ് ഓഫ് എനി ലാട്രിൻ പ്രോഗ്രാംസ്. ഇപ്പോൾ ലാട്രിൻ പ്രോഗ്രാംസിൻ്റെ ഏതാണെങ്കിലും കൂടെ അത് നല്ല രീതിയിൽ ആളുകളെ, അത് ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, അത് മെയിൻ്റനൻസിനെ കുറിച്ചുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരം രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് RCA ലാട്രിൻ, അതേപോലെ തന്നെ ഈ സാനിറ്ററി ലാട്രിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് സക്സസ് ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ നമുക്കതൊരു സാനിറ്ററി ലാട്രിൻ എന്ന് പറയാൻ പറ്റില്ല, ഇല്ല. അത് ഒരു സാനിറ്ററി ലാട്രിൻ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് അതൊരു സാനിറ്ററി ലാട്രിനായിട്ട് മാറുള്ളൂ. ആ പേരിന് പോലെ തന്നെ അത് ശുചിത്വമായിട്ടുള്ള ഒരു ലാട്രിൻ ആയിട്ട് നമുക്കത് നിലനിർത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ലാട്രിൻ്റെ ഘടകങ്ങൾ, ഓരോ പോയിന്റുകളും ഓരോ ഭാഗങ്ങളും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത് വരുന്നത് സെപ്റ്റിക് ടാങ്ക് ആണ്. ചിത്രത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സെപ്റ്റിക് ടാങ്കിലേക്ക് വരുമ്പോൾ അതിനകത്തേക്ക് സെപ്റ്റിക് ടാങ്ക് ഈസ് വാട്ടർ ടൈറ്റ്
masonry tank into which the household sewage is admitted for treatment. അല്ലേ, സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മളത് നിർമ്മിക്കുന്നതാണ്, നമ്മളത് മാസനറി ടാങ്കാണ്, നമ്മളത് നിർമ്മിക്കുന്നതാണ്. കൃത്യമായിട്ട് അതിൻ്റെ ക്രൈറ്റീരിയകളെല്ലാം നോക്കിയിട്ട് അത് അതിൻ്റെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിർമ്മിക്കുന്ന ടാങ്കുകളാണ് നമ്മളെ വീട്ടിലെ ഹൗസ് ഹോൾഡ് സീവേജ് പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെപ്റ്റിക് ടാങ്കുകൾ. സാറ്റിസ്ഫാക്ടറി മീൻസ് ഓഫ് ഡിസ്പോസിങ് എക്സ്ക്രീറ്റ ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ഫ്രം ഇൻഡിവിജ്വൽസ് ഡ്വെല്ലിംഗ്, സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ which adequate water supplies but do not have access of public sewerage system. പബ്ലിക് സീവറേജ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഹൗസ് ഹോൾഡിലാണെങ്കിലും ചെറിയ ഗ്രൂപ്പുകളിലാണെങ്കിലും ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്വെല്ലിങ്സിലാണെങ്കിലും കൂടെ സാറ്റിസ്ഫാക്ടറി മെത്തേഡാണ് എക്സ്ക്രീറ്റ ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി മെത്തേഡാണ് സെപ്റ്റിക് ടാങ്കുകൾ. അപ്പം നമ്മളത് നിർമ്മിക്കുന്നതും അതിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ കപ്പാസിറ്റി വരുമ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് യൂസേഴ്സ്, എത്ര പേര് ഉപയോഗിക്കുന്നു അതിനനുസരിച്ചായിരിക്കണം അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവുക. അതിലേക്ക് ഇനി വരുമ്പോൾ 20 to 30 gallons അത് നോട്ട് ചെയ്ത് വെക്കണം. ഓർ 2.5 to 5 cubic feet per person ഈസ് റെക്കമെൻഡഡ് ഫോർ ഹൗസ് ഹോൾഡ് സെപ്റ്റിക് ടാങ്ക്. ഹൗസ് ഹോൾഡ് സെപ്റ്റിക് ടാങ്കിൻ്റെ അതിൻ്റെ റീഡിങ്സ് ആണ് പറഞ്ഞത്. ഹൗസ് ഹോൾഡ് റെക്കമെൻഡഡ് ഫോർ ഹൗസ് ഹോൾഡ് സെപ്റ്റിക് ടാങ്കിൽ പറയുന്നത് 20 to 30 gallons ആണ് പെർ പേഴ്സൺ. ഒരു മനുഷ്യന് ഒരാൾക്ക് 20-30 gallons ആണ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഹൗസ് ഹോൾഡ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. ഇനി മിനിമം കപ്പാസിറ്റി ഓഫ് സെപ്റ്റിക് ടാങ്ക് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 500 gallons, 500 gallons ആണ് മിനിമം കപ്പാസിറ്റി എങ്കിലും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി ലെങ്ത്തിലേക്ക് വരുമ്പോൾ യൂഷ്വലി ടോയ്സ് ദി ബ്രെഡ്ത്ത്, ലെങ്ത്ത് ബ്രെഡ്ത്തിൻ്റെ ഇരട്ടി ആയിരിക്കണം അതിൻ്റെ ലെങ്ത്ത് എന്ന് വരുന്നത്. ഡെപ്ത്തിലേക്ക് വരുമ്പോൾ 1.5 to 2 meter ആണ് വരുന്നത്. 1.5 meter മുതൽ 2 meter വരെ അതിൻ്റെ ഡെപ്ത്ത് ഉണ്ടായിരിക്കും, ആഴം ഉണ്ടായിരിക്കും. അത് പറഞ്ഞാൽ 5 മുതൽ 7 അടി, 5 മുതൽ 7 feet. ഇനി അതിൻ്റെ ലിക്വിഡ് ഡെപ്ത്ത് എന്ന് പറയുന്നത് 1.2 meter ആണ്, 4 അടി വരെ അതിൻ്റെ ലിക്വിഡ് ഡെപ്ത്ത് ഉണ്ടാവും. എയർ സ്പേസ് വരുന്നത് 30 centimeter ആണ്. ബിറ്റ്വീൻ ദി ലെവൽ ഓഫ് ലിക്വിഡ് ഇൻ ദി ടാങ്ക് ആൻഡ് ദി അണ്ടർ സർഫസ് ഓഫ് ദി കവർ, കവറിൽ നിന്നും അതിൻ്റെ എയർ സ്പേസ് എന്ന് പറയുന്നത് 30 centimeter ആണ്. ആ ലിക്വിഡ് ലെവലിൽ നിന്നും അണ്ടർ സർഫസ് കവറിൽ വരെ 30 centimeter ആയിരിക്കണം അതിൻ്റെ എയർ സ്പേസ് പറയുന്നത്. ഇനി ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇൻ സം സെപ്റ്റിക് ടാങ്ക് ദി bottom is sloping towards the inlet and the facilities retention of solid. ഇൻലെറ്റ് എൻഡിൽ നിന്നും ടുവാർഡ്സ് ദി ഇൻലെറ്റ് എൻഡിലേക്ക് ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കും ചില ടാങ്കുകളിലേക്ക്, ബോട്ടം സ്ലോപ്പിംഗ് ഉണ്ടാവും. എന്തിനാണ്? ഇത് ഫെസിലിറ്റി റിട്ടൻഷൻ ഓഫ് സോളിഡ്സ് റിട്ടൻഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി അടുത്ത ഇത് വരുന്നത് ഇൻലെറ്റും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് ആണുള്ളത്. അത് കണക്റ്റിംഗ് പൈപ്പുകളാണ് വരുന്നത്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പ് വിച്ച് ആർ സബ്മേർജ്ഡ് പറഞ്ഞാൽ പുറത്തേക്ക് കാണാത്ത രീതിയിലായിരിക്കും ഇൻലെറ്റും പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പുകളും. അപ്പം സെപ്റ്റിക് ടാങ്കിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി വരുന്നത് കവറിങ് വരുന്നുണ്ട്. കവർ വരുമ്പോൾ കവർഡ് ബൈ എ കോൺക്രീറ്റ് സ്ലാബ് ഫോർ സൂട്ടബിൾ തിക്നെസ് ആൻഡ് പ്രൊവൈഡ് വിത്ത് മാൻഹോൾ. കൃത്യമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരിക്കും, ഒരു കവറിങ് സ്ലാബ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഒരു മാൻഹോളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എൻ്റെ റിട്ടൻഷൻ പീരീഡ് വരുമ്പോൾ 24 hours ആണ് സെപ്റ്റിക് ടാങ്കിൻ്റെ റിട്ടൻഷൻ പീരീഡ് എന്ന് വരുന്നത്. 24 hours ആണ് സെപ്റ്റിക് ടാങ്കിൻ്റെ റിട്ടൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലാറ്റൻസിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് RCA ലാറ്ററിനാണ്. അതിൻ്റെ ലൊക്കേഷൻ പഠിച്ചു, സ്കട്ടിംഗ് പ്ലേറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഘടകങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാപ്പ്, പാൻ, കണക്റ്റീവ് പൈപ്പ്, ഡഗ് വെല്ല്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്തായിരിക്കണം, ഇനി സെപ്റ്റിക് ടാങ്ക് എന്താണെന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് ചെറിയ ഒരു ഭാഗമാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. ഇനി കുറച്ചും കൂടി ഇതിന് തന്നെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതിപ്പോൾ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക്
അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സീവേജും അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എക്സ്ക്രീറ്റ ഡിസ്പോസലിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും പരീക്ഷയ്ക്കാണെങ്കിലും കൂടെ അല്ലെങ്കിൽ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. എക്സ്ക്രീറ്റ ഡിസ്പോസലിൻ്റെ ക്ലാസ് അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ 2 പാർട്ട് കൂടി വരുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.